ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂര് കൂത്തുപറമ്പിലുള്ള 11.1 ഓറോ 3D ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. വെൽക്കം ടു AV ടാക്കീസ്. ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന 11.1 ഓറോ 3D ഹോം തിയേറ്റർ ആണിത്. ഇതിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ക്ലയന്റിനും വളരെ നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ മതി, ഒരുപാട് ലൈറ്റിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ഡിസൈൻ എലമെന്റ്സോ ഇതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് ആദ്യമേ തന്ന ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ബ്ലാക്ക് ആൻഡ് ചാർക്കോൾ കളർ കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ് ആണ്, LED സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ലൈറ്റിന്റെ പ്രസൻസ് തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. വളരെ മിനിമലായിട്ടുള്ള എന്നാൽ ഒട്ടും ഭംഗിക്ക് കുറവ് വരുത്താതെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മോസ്റ്റ് ഓഫ് ദി പാർട്ടിലും നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് തന്നെയാണ്. കാരണം ആ ഒരു ലൈറ്റിന്റെ ഒരു ഭംഗി അതിനകത്ത് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ബ്ലാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് വരുന്ന ഏരിയകളിൽ മാത്രമാണ് നമ്മളൊരു ചാർക്കോളിന്റെ ഒരു കളർ കോമ്പിനേഷൻ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഭംഗിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫിനിഷിംഗ് ലെയർ എന്ന് പറയുന്നത് പെറ്റ് ബോർഡാണ് വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ അക്കൂസ്റ്റിക് ചെയ്തിട്ട് സൗണ്ട് പ്രൂഫിംഗ് ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണിത്. കാരണം ഇതിന് തുടക്കം തൊട്ട് തന്നെ നമ്മൾക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഡിസൈനിലോ വർക്കിലോ ക്വാളിറ്റിയിലോ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഒരു കോംപ്രമൈസ് ഇല്ലാതെ നമ്മൾ ചെയ്തെടുത്ത ഒരു വർക്ക് തന്നെയാണിത്. അതുകൊണ്ട് വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ക്ലയൻറ്റും അതുപോലെ തന്നെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഓരോ സജഷൻസും ഓരോ ചേഞ്ചസും നല്ല രീതിയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ടീവായിട്ട് തന്നു. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ എന്ന് മതി എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ ഒരു തിയേറ്റർ ഇപ്പോൾ നിൽക്കുന്നത് 11.1 ഓറോ 3D ഹോം തിയേറ്റർ ആയിട്ടാണ്. ഒന്നാമത് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ആയിരുന്നു. നമ്മുടെ ഡെമോ തിയേറ്റർ വന്ന് കണ്ടതിന് ശേഷമാണ് ഡോൾബി അറ്റ്മോസ് മാറി ഒരു ഓറോ 3Dയിലോട്ട് വരാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ നമ്മളതിനെ മാറ്റിയെടുക്കുമ്പോഴും അതിൻ്റെ ചേഞ്ചസ് വരുത്തുമ്പോഴും, അത് സ്പീക്കറിലായാലും റിസീവറിലായാലും പ്രൊജക്ടറായാലും ഒക്കെ നമ്മൾ ഓരോ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴും ആ ഒരു റൂമിനനുസരിച്ച് അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമ്മൾ ഓരോ ചേഞ്ചസ് വരുത്തുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന നമ്മുടെ ക്ലയൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്കൊരു തിയേറ്റർ ഈ ഒരു ലെവലിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു രീതിയിലും ഒരു സ്ഥലത്ത് പോലും നമ്മളൊരു ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ നല്ല രീതിയിൽ നല്ല പ്രീമിയം ഫിനിഷിൽ തന്നെ ചെയ്ത് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു തിയേറ്ററാണിത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ആ ഒരു ലൈറ്റിൻ്റെ പാറ്റേൺ ആയാലും ആ ഒരു ഡിസൈനിൻ്റെ പാറ്റേൺ ആയാലും ആ ഒരു കളറിൻ്റെ പാറ്റേൺ ആയാലും നമ്മൾ ആ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ എക്യുപ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ AVR ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മറാൻസിൻ്റെ സിനിമ സീരീസിലുള്ള സിനിമ 50 ആണ്. ഇതൊരു 9 ചാനൽ AV റിസീവറാണ്. പക്ഷേ നമുക്കൊരു 11 ചാനൽ ആംപ്ലിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ കോൺഫിഗറേഷനും 11.1 ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മറാൻസ് 50 സിനിമ 50 ചൂസ് ചെയ്താണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 11 ചാനൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമോട്ടീവയുടെ ബാസെക്സ് A3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവർ ആംപ്ലിഫയറും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ 11.1 ചാനലാക്കി മാറ്റിയിട്ടുള്ളത്. വളരെ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു പവർ ആംപ്ലിഫയർ തന്നെയാണ് ഇമോട്ടീവയുടെ ബാസെക്സ് സീരീസിലുള്ള ബാസെക്സ് A3. പിന്നെ നമ്മൾ ഇതിന്റെ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടുള്ളത് ഒപ്റ്റോമയുടെ UHD 35 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടറാണ്. അതിന് നമ്മളത് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് നമ്മുടെ ഒപ്റ്റോമ. അതായത് നമ്മുടെ ഒരു അത്ര എൻട്രി ലെവൽ അല്ലാതെ
നമുക്കൊരു മിഡ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പിക്ചർ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ടോമ UHD35 എന്ന് പറയുന്നത്. അതിന് ഗെയിമിന്റെ നമ്മൾ ഇതിനകത്ത് ഒരു PS5 കൂടി യൂസ് ചെയ്യുന്നുണ്ട്. എക്യുപ്മെന്റ് സെക്ഷനിൽ വരുമ്പോൾ ഒരു PS5 കൂടി ഉണ്ട്. അപ്പം ആ ഒരു ഗെയിമിംഗ് കൺസോളും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു 120 ഹെഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടർ എന്ന നിലയ്ക്ക് ഒപ്റ്റോമ UHD35+ യൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 133 ഇഞ്ചിന്റെ അക്കോസ്റ്റിക് ട്രാൻസ്പെറന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പീക്കറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ പ്രസൻസ്, അതായത് സ്ക്രീനിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നമ്മൾ സ്പീക്കർ കൊടുക്കുന്ന സമയത്ത് LCR നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ZX സീരീസ് ആണ്. ZX സീരീസിലുള്ള ആ ഒരു സ്പീക്കർ നല്ല രീതിയിലുള്ള നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 200 വാട്ട്സ് നമുക്ക് പവർ സപ്പോർട്ട് ചെയ്യുന്ന ടവർ സ്പീക്കറാണ് ZX5. അതുപോലെ തന്നെ സെൻട്രൽ ചാനലും നല്ല രീതിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ സറൗണ്ട് സ്പീക്കർ വന്നു കഴിഞ്ഞാൽ മിഷൻ തന്നെ കമ്പനിയുടെ LX സീരീസിലുള്ള സ്പീക്കറാണ്. LX3D MK2 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മൾ സറൗണ്ട് സ്പീക്കറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. സ്പീക്കറുകളൊക്കെ നമ്മൾ ഒറ്റ ബ്രാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സിങ്ക്രണൈസേഷൻ നമുക്ക് ആ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടും. നമ്മുടെ സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ടിമ്പർ മാച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്പീക്കർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ കമ്പനിയുടെ തന്നെ സ്പീക്കർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സ്പീക്കറിന്റെ സെൻസിറ്റിവിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കൊരു സിങ്ക്രണൈസേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സ്പീക്കറിന്റെ. അപ്പോൾ പല ബ്രാൻഡുകളാകുമ്പോൾ നമുക്ക് ആ ഒരു സിങ്ക്രണൈസേഷൻ നമുക്ക് കിട്ടാതെ വരികയും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരേ ബ്രാൻഡിന്റെ തന്നെ സ്പീക്കറാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 2 സ്പീക്കർ നമ്മുടെ സ്ക്രീനിന്റെ മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓറോ 3D 11.1 ആയതുകൊണ്ട് തന്നെ. പിന്നെയുള്ളത് 2 സറൗണ്ട് സ്പീക്കർ, 2 സ്പീക്കർ ബാക്ക് സറൗണ്ട് സ്പീക്കർ ആയിട്ടുണ്ട്. പിന്നെയുള്ള ഹൈറ്റ് സ്പീക്കർ എന്ന സറൗണ്ട് ഹൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോൺഫിഗറേഷനിൽ തന്നെ നമുക്ക് ഓറോ 3Dയും യൂസ് ചെയ്യാം, DTS-X നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സബ് ഓഫറിലേക്ക് വരുന്ന സമയത്ത് SVS ബ്രാൻഡിന്റെ PB1000 Pro എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ സബ് ഓഫർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ സബ് ഓഫർ ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭാവിയിൽ നമുക്കൊരു സബ് ഓഫറും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലോട്ടും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ AVR ആണെങ്കിൽ പോലും 4 സബ് ഓഫർ ഔട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 4 സബ് ഓഫർ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AVR റിസീവറും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ സബ് ഓഫർ നമുക്ക് ഭാവിയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്ട്രീമിംഗ് ഡിവൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആപ്പിൾ TV ആണ്. ആപ്പിൾ TV 4K ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ആപ്പിൾ TV നല്ല രീതിയിലുള്ള സൗണ്ടും പിക്ചറും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയ പ്ലെയർ ആണ് ആപ്പിൾ TV 4K. പിന്നെ നമ്മൾ ഇതിനെല്ലാം വൈഫൈ അല്ല കണക്ട് ചെയ്തിട്ടുള്ളത്, എല്ലാം വയേർഡ് ആണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വയേർഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്കുള്ളത് വയേർഡ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി നമ്മളൊരു റൗട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു മോട്ടോറൈസ്ഡ് റെക്ലൈനർ ആണ്. നമ്മുടെ എല്ലാ പ്രൊജക്ടുകളിലേക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ റെക്ലൈനർ എടുക്കുന്നത്. ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച ഒരു റെക്ലൈനറും കൂടിയാണ്. കാരണം ഇതിന് നമുക്ക് സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് ആംറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഷ്യൻ ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ മെറ്റീരിയൽ ആയാലും ഇതിൻ്റെ ഡിസൈൻ ആയാലും ഏത് രീതിയിലായാലും നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ കളറും ഈ ഒരു നമ്മുടെ കളർ തീമിന് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് റെക്ലൈനർ ആയാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മോട്ടോറൈസ്ഡ് റെക്ലൈനറിന്റെ നമുക്കൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് റെക്ലൈൻ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. നമ്മുടെ മാനുവലി റെക്ലൈനർ ആകുമ്പോൾ നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കത് ഇഷ്ടപ്പെട്ട ആ ഒരു റെക്ലൈൻ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ നമുക്ക് മോട്ടോറൈസ്ഡ് വരുന്ന സമയത്ത് നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും നമുക്ക് റെക്ലൈൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് ഈ മോട്ടോറൈസ്ഡ് റെക്ലൈനറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 3 റിക്ലൈനറെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളെങ്കിലും ഭാവിയിലേക്ക് നമുക്ക് അതിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു ബീൻ ബാഗും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറകിലായിട്ട് ചെറിയൊരു ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു മൂവിയൊക്കെ കണ്ടിരിക്കും, ചിലപ്പോൾ ഒരു ഹോട്ട് വാട്ടറോ ഒന്നാമത് AC-ക്കകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ AC പറ്റാത്തവരുണ്ടാവും. ചിലപ്പോൾ ഒരു ഹോട്ട് വാട്ടർ കുടിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടേബിൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറകിൽ ഒരു ചെറിയൊരു ബാൽക്കണി ഉള്ളതുകൊണ്ട് ഡോർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോറെല്ലാം സീൽഡ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു തിയേറ്ററിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു വിൻഡോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിൻഡോ ക്ലയന്റ് പറഞ്ഞത് നമുക്കത് വിൻഡോ ക്ലോസ് ചെയ്യേണ്ട, എനിക്കത് ഉപയോഗിക്കുന്ന രീതിയിൽ അതിനൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ
നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ അവിടെ ചെറിയൊരു വിൻഡോയും കൂടി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് അക്കോസ്റ്റിക് ചെയ്ത് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടാണ് നമ്മൾ ആ വിൻഡോകളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. നമുക്കിങ്ങനെ തുറക്കാം, ആവശ്യമുണ്ടെങ്കിൽ തുറന്ന് നമുക്കതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വിൻഡോ ഉണ്ട് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിലാണ് ആ ഒരു വിൻഡോ കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൂത്തുപറമ്പിലെ ഈ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള തിയേറ്റർ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനപ്പുറം നല്ലൊരു രീതിയിലുള്ള തിയേറ്റർ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.